രാത്രി പാദം 12 കറുത്ത വഴിയിൽ രാമചന്ദ്രൻ, നാട്ടിലെ ഏറ്റവും കടുത്ത നിരീശ്വരവാദി. ദൈവം ഇല്ലെന്ന് പറയുന്നത് അവന്റെ ഹോബി തന്നെ. ആ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ വെളിച്ചമില്ലാത്ത വഴിയിൽ അപ്രതീക്ഷിതമായി പിന്നിൽ നിന്നു ഷ് ഷ് എന്നൊരു ശബ്ദം. അവൻ ചുറ്റി നോക്കി, ആരുമില്ല. കാറ്റ് അല്പം വീശുന്നു, മരത്തണലുകൾ അലയുന്നു. അവൻ സ്വയം പറഞ്ഞു, ഇത് ഒന്നും ഭയപ്പെടേണ്ട കാര്യമല്ല, ശബ്ദതരംഗങ്ങളുടെ പ്രതിഫലനം മാത്രമാണ്. അങ്ങനെ പറഞ്ഞ് രണ്ടടി നടന്നു. പിന്നെ പിന്നിൽ നിന്ന് ഒരു ചവിട്ടു ശബ്ദം. അവൻ ഉച്ചത്തിൽ വിളിച്ചു, ആരാണ് അവിടെ? ആരുമില്ല. പക്ഷേ ശബ്ദം വീണ്ടും. അവൻ ഉറക്കെ വിളിച്ചു, നിനക്ക് അറിയാമോ ഞാൻ ഒരു സയന്റിഫിക് പേഴ്സൺ ആണെന്ന്? എന്നിട്ടും ഭയം കൂടുന്നു. അവൻ കയ്യിലുള്ള വെള്ളക്കുപ്പി പുറത്തെടുത്തു, തളിച്ചു പറഞ്ഞു, ഇത് ശാസ്ത്രീയ ഹൈഡ്രജൻ ഓക്സൈഡ് ആണ്, പോകടാ. അവൻ വീട്ടിലേക്ക് ഓടിക്കേറി വാതിൽ അടച്ചു. മൂക്കിൽ വിയർപ്പ്, ഹൃദയം കുതിക്കുന്നു. അടുത്ത ദിവസം സുഹൃത്തുക്കൾ ചേർന്ന് ചോദിച്ചു, ചന്ദ്രേട്ടാ, ഇന്നലെ ഭയന്നെന്നല്ലേ? അവൻ തല ഉയർത്തി പറഞ്ഞു, ഭയം അല്ല, അത് മാനസിക അഡ്രിനലിനിന്റെ രാസപ്രവർത്തനഫലം ആയിരുന്നു. എന്റെ നാഡീസംബന്ധമായ പ്രതിസന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുഹൃത്തുക്കൾ പൊട്ടിച്ചിരിച്ചു. ഒരാൾ പറഞ്ഞു, ചന്ദ്രേട്ടാ, ദൈവത്തെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അന്ന് നീ ഓടിയത് 100 മീറ്റർ റെക്കോർഡ് സ്പീഡിൽ ആയിരുന്നല്ലോ. അവസാനം രാമചന്ദ്രൻ ചിരിച്ചു പറഞ്ഞു, അതെ, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, പക്ഷേ അന്ന് എന്റെ കാൽ വിശ്വാസത്തേക്കാൾ വേഗം പ്രവർത്തിച്ചു.